പരിപാലന ശുശ്രൂഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ട് നമുക്ക് മനോഹരമായ ദേവാലയവും പള്ളിമുറിയും എല്ലാം പണിയുവാൻ സാധിച്ചു. ഇവിടെ നമുക്ക് നല്ലൊരു ക്രൈസ്തവ സമൂഹം, കുടുംബങ്ങള് ഇവിടെ ഉണ്ട്, ആണ്ടുകളായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ നല്ല ദേവാലയവും അനുബന്ധ സ്ഥാപനങ്ങളും കൊടിമരവും എല്ലാം പണിയാനായിട്ട് നമുക്ക് സാധിച്ചത്. ആ നാളുകളിലെല്ലാം പലതവണ ഞാനിവിടെ വരികയും പണി കാണുകയും നെഞ്ചിരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. നമുക്ക് 500ഓളം കുടുംബങ്ങളുള്ളൊരു വലിയ കേന്ദ്രമാണ്. പാലായുടെ ശങ്കായ ഒരു സ്ഥലമാണിത്. ചരിത്രപരമായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളുടെ സാന്നിധ്യവും അതുപോലെ ഇതര മതസ്ഥരുടെ, പ്രത്യേകിച്ച് മീനച്ചിൽ, കുമ്പാനി ഭക്താക്കളുടെ തറവാട് എന്ന നിലയിലും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാം നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വലിയ സംസ്കൃത പാഠശാലകളും ഇതര പഠന കേന്ദ്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന പറയമാക്കൽ തൊമ്മാക്കത്തനാര് ഇവിടെ വന്ന് സംസ്കൃതം പഠിക്കുകയും ഇവിടുത്തെ അന്നത്തെ വേദ പണ്ഡിതന്മാരോട് നല്ലതുപോലെ പരിചയപ്പെടുകയും എല്ലാം ചെയ്തതുകൊണ്ടാണ് ഗുണമേന്മയുള്ള വർത്തമാന പുസ്തകവും മറ്റ് ഗ്രന്ഥങ്ങളുമൊക്കെ പറയമാക്കൽ തൊമ്മാക്കത്തനാർക്ക് രചിക്കാനും സാധിച്ചത്. അങ്ങനെ ഏതു മേഖലകളിലൂടെ നമ്മൾ നോക്കിയാലും ഈ കുമ്പാനി മീനച്ചിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നല്ലൊരു ക്രൈസ്തവ കേന്ദ്രമാണ്. നമ്മളിന്ന് കൈറ്റ കാലത്തേക്ക് പ്രവേശിച്ചു. ദൈവാരാധന ക്രമത്തില് കൈറ്റ വളർച്ചയാണ്, വേനൽക്കാലമാണ്. ഫലം പുറപ്പെടുവിക്കുന്നത് കാണാനും ഫലമെടുക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥനയില് ശ്രീഹന്മാരെ എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ 6-7 ആഴ്ച കാലമാണ്. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ഈശോയുടെ സുവിശേഷം കൊടുത്തതിന്റെ ഓർമ്മ. ശ്രീഹന്മാരാണ് ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവര്. അതുകൊണ്ട് ഈ ദിവസത്തെയും ഈ തിരുനാളിനെയും നമ്മള് നുസർദേൽ എന്ന് വിളിക്കുന്നു. ദൈവത്തിന്റെ തിരുനാളെന്ന്. കാരണം ദൈവം ഈശോ വിളിച്ച ശ്രീഹന്മാരുടെ ആ ഒരു വലിയ ഓർമ്മയാണ് അവിടെ നമ്മൾ കണ്ടെത്തുന്നത്. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഒരു രാത്രി മുഴുവൻ മലമുകളിൽ ഇരുന്നു. ഒരു രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് 12 പേരെ അവരുടെ പേര് സഹിതം കണ്ടെത്താൻ സാധിച്ചു. നമ്മൾ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒരു രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വ്യക്തമാകും. പേര് സഹിതം ഈശോയ്ക്ക് പലമുകളിൽ നിന്ന് താഴെ വന്ന് 12 പേര് പേരെടുത്ത് പിടിച്ച് ശിക്ഷകണത്തിൽ ആക്കിയതിന്റെ ഓർമ്മയും അവരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ചിന്തയുമാണ് നമ്മൾ ഇന്നും ഈ ഞായറാഴ്ചകളിലുമൊക്കെ ആഘോഷിക്കുന്നത്. അതുപോലെ കൈറ്റക്കാലത്തെ വെള്ളിയാഴ്ചകളിൽ വലിയ രക്തസാക്ഷികളുടെ ഓർമ്മ നിശ്ചയിപ്പിച്ച യാക്കോബ് ഇതായി മാറി. മോനിയും രക്തസാക്ഷികളും ഇങ്ങനെയുള്ള രക്തസാക്ഷികളുടെ ഓർമ്മകൾ കൂടെ നമ്മൾ എടുക്കുന്നു. അത് കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സിലൊക്കെ അങ്ങിങ്ങായിട്ട് പഠിക്കാനും ഒക്കെയുള്ള ക്രമീകരണമുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല ഒരു ദിവസത്തിലാണ് ദൈവാരാധനക്രമത്തിൽ കൈറ്റ കാലത്തിന്റെ സഭയുടെ വളർച്ചയുടെ സമയത്ത് ഈ ഇടവകയുടെ വളർച്ചയുടെ നിർണായകമായ ഒരു കാര്യമായ ഈ വലിയ ശബ്ദത്തിന് നമ്മൾ അടിസ്ഥാനം ശരിയിടുകയാണ്. വിചാരിച്ചോടെ പറഞ്ഞു കഴിഞ്ഞു, ഈ ശില ഈശോയാണ്. ഈ ശിലമേലാണ് പിന്നീട് നമ്മൾ എല്ലാ കല്ലുകളും അല്ലെങ്കിൽ ഇഷ്ടികകളും എല്ലാം വയ്ക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം അതാണ്. ഈ കല്ല് ഇത് കൂട്ടക്കല്ലാണ്, മൂലക്കല്ലാണ്, അടിസ്ഥാന ശിലയാണ്, പാറയാണ്, അത് ഈശോയാണ്. ആ വിശ്വാസത്തിലാണ് സഭയെന്നും കെട്ടിടങ്ങളുടെ അടിസ്ഥാന ശില ആഘോഷമായിട്ട് ആകണം എന്നുള്ള ഇടണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വന്നത്. ഞാൻ നിർമ്മിക്കുന്നില്ല. പ്രൊട്ടോസിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ഇടവകകളോടും വ്യക്തികളോടും വളരെ കാര്യക്ഷമമായിട്ട് എപ്പോഴും ഇടപെടുകയും
പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്.